സംസ്ഥാനത്തിന്റെ ഖജനാവ് കാലിയാക്കിയ ശേഷമാണ് പിണറായി വിജയൻ അധികാരമൊഴിയുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഗുരുതര പ്രതിസന്ധിയിലായിരിക്കെ സർക്കാർ നടത്തിയ അമിത ചെലവുകളും സാമ്പത്തിക കെടുകാര്യസ്ഥതയും ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ച വൻതുകകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് സർക്കാർ ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ ചെലവുകൾ സംസ്ഥാനത്തിന്റെ വികസനത്തിനോ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുരോഗതിക്കോ ജനക്ഷേമ പദ്ധതികൾക്കോ വേണ്ടിയായിരുന്നില്ലെന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷങ്ങളിലായി അഴിമതിയും കൊള്ളയും വ്യാപകമായി നടന്നുവെന്നും അതിന് ഭരണകൂടത്തിന്റെ പിന്തുണ ലഭിച്ചുവെന്നുമാണ് ചെന്നിത്തലയുടെ വിമർശനം. വിവിധ പദ്ധതികളുടെ പേരിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ഇതിന്റെ കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ വരേണ്ട സമയമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ബാധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചെന്നിത്തല സംസ്ഥാനത്തിന്റെ കടബാധ്യത വർദ്ധിപ്പിക്കുകയും ഭാവി തലമുറയ്ക്ക് വലിയ സാമ്പത്തിക ഭാരം സൃഷ്ടിക്കുകയും ചെയ്ത സർക്കാരാണ് നിലവിലെ ഇടതുമുന്നണി സർക്കാരെന്നും ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും സംസ്ഥാനത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനുമായി നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയിട്ടുണ്ടെന്നുമാണ് ഇടതുമുന്നണി നേതൃത്വത്തിന്റെ നിലപാട്. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാകുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തലയുടെ പുതിയ വിമർശനം രാഷ്ട്രീയ രംഗത്ത് വീണ്ടും ശ്രദ്ധ നേടുന്നത്.